as we start, good morning once again. Good afternoon once again. It is with deep gratitude that we gather here today to bid farewell to our vicar, Sam Lucas Achin, and family. As he prepares to embark on a new chapter in his priesthood, we are honored for this opportunity to express love and appreciation for all that he has done for us, parish, and our community. I know many of us might have a lot to say, as Achin might have touched many lives by his sermon and service. But let's try and keep it short and sweet, since we want everyone to be the part of the farewell cake cutting and lunch as well, as we bid farewell to our Achin. Prayer ensures the auspicious and well-being of the event. So may I call John Varghese, our Vice President, to take over to chair the event. Thank you. നന്ദിയോടെ സ്തോത്രം. കൊയർ കൂടുതൽ സമയം എടുക്കുമെന്ന് പറഞ്ഞ പോലെ ഞാനും അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ പ്രത്യേക ശ്രദ്ധാകേന്ദ്രം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും കുടുംബവുമാണല്ലോ. ഈ മീറ്റിംഗിലേക്ക് പ്രിയ അച്ഛനെയും കുടുംബത്തെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ ആരംഭത്തിൽ പ്രാർത്ഥന നടത്തുവാനായിട്ട് ജോർജ് എബ്രഹാം ജോർജാനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നടത്തിയ വിധങ്ങളോർത്ത നടത്തിയ വിധങ്ങളോർത്ത ഭാരം ദുഃഖമേറിയപ്പോ ഭാരം നൊന്തു കലങ്ങിയപ്പോ കലങ്ങിയപ്പോൾ ചാരയണഞ്ഞു ആശ്വാസം ചാരയണഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നീടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ബലഹീന അടിയങ്ങളെ കർത്താവേ, ഞങ്ങളുടെ തിരുപാദപ്പെടുത്തൽ ഇതാ കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ കഴിഞ്ഞ 3 വർഷം കർത്താവേ അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ സ്നേഹത്തിന് വേണ്ടി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ വഴി നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് തിരുവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ ഇതാ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവമേ, നിന്റെ മകനെ ഇത്രത്തോളം ഞങ്ങളെ കർത്താവെ ഉപദേശിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ ഓരോ ദിവസങ്ങളിലും കർത്താവെ നല്ലതായിട്ടുള്ള അഡ്വൈസൊക്കെ തന്ന കർത്താവെ ഞങ്ങളെ നടത്തുവാനും തന്ന വലിയ സ്നേഹത്തിന് വേണ്ടി സ്തോത്രം. കുടുംബമായിട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് കൊച്ചുകുഞ്ഞിനെ യേശുവിൻ്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപാലുവേ, അതിൻ്റെ ഭാവി എല്ലാ അനുഗ്രഹപൂർവ്വമായി തരുവാൻ മാതാപിതാക്കളോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ അതേ ദൈവവേല ചെയ്യുവാനും കർത്താവെ എടുത്തുപയോഗിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കടന്നു ചെല്ലുന്നത് ഏറ്റവും ഭാരിച്ചതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്താണ്. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യോടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. അതേ മോശ പ്രാർത്ഥിച്ചതുപോലെ നിൻ്റെ വഴിയെ ഞങ്ങൾ കാണിച്ചു തരണമേ കർത്താവെ. നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പകർന്നു തരണമേ. ആ ഒരൊറ്റ യാതനയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കർത്താവെ. നിന്റെ സാന്നിധ്യത്തിനും അവരുടെ നിരദാശ്രയം ഭക്തിയായിട്ട് കർത്താവ് കാത്തു സൂക്ഷിച്ചിടണമേ. ദൈവകൃപയെ പൊതിയണമേ. അന്ധകാര ശക്തികളെ കർത്താവ് ഏറിയ ഈ നാളുകളുടെ കർത്താവെ നിർമ്മലനായിട്ട് ജീവിക്കുവാൻ നിൽക്കണം. സ്വർഗത്തിലെ ദൈവം കർത്താവെ കുടുംബമായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന എല്ലാ വിധങ്ങൾക്ക് വേണ്ടി നന്ദിയോട് സ്തോത്രം. ഈ കൊച്ചുകിടവയ്ക്ക് വേണ്ടി നന്ദിയോട് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചാട്ട് കൃപയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞാട്ട് നിന്റെ സാന്നിധ്യത്തിൻ്റെ പന്ത്രണ്ടയിലടിയങ്ങളെ ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിവരുടെ കർത്താവെ അത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവമായിരിക്കുന്നുണ്ട്. നന്ദിയോട് സ്തോത്രം. ആയുസ് തന്ന ദൈവമേ, ആരോഗ്യം തന്ന ദൈവമേ, സമാധാനവും സന്തോഷവും തന്ന ദൈവമേ, നിന്നെ പോലെ നല്ല കർത്താവ് ആരുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
ജീവകാലം മുഴുവൻ തന്നെ ധ്യാനിച്ചിന് സ്നേഹിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിലെ അപ്പ സഹായിച്ചാട്ട്. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു പ്രാവശ്യം സമർപ്പിക്കുന്നു. കുടുംബമായിട്ട് തന്നെ മക്കളെ അനുഗ്രഹിച്ച് ആശ്രയിച്ചാട്ട്. കടന്നു പോകുന്നിടത്ത് എല്ലാ അനുഗ്രഹം പൂർണ്ണമായി തീരുവാനക്കണം. സഭയ്ക്കും കർത്താവെ, അടിയങ്ങൾക്കും കർത്താവെ, എവിടെ ചെന്നാലും കർത്താവ് എൻ്റെ മകനോടുകൂടെ കർത്താവ് അടിയങ്ങളും കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവെ പ്രചോദിപ്പിക്കുന്നവരായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പൊന്നു ദൈവം കേട്ടിരിക്കുന്ന സ്തോത്രം. മാനവും പാത്തോടുത്താട്ട് സകലവും പൊന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രോഗ്രാമിൽ അടുത്തതായിട്ടുള്ളത് വൈസ് പ്രസിഡന്റിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ഇടവകയിലെ വൈസ് പ്രസിഡന്റിന് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് ലഭിക്കുന്ന സമയം ഒരച്ഛനെ ഫെയർവെൽ മീറ്റിങ്ങിനും അതുപോലെ തന്നെ അച്ഛന് സ്വാഗതം ചെയ്യാനായിട്ട് പുതിയ അച്ഛൻ വരുമ്പോൾ അതാണ് ഏറ്റവും ഒരു വൈസ് പ്രസിഡന്റിനുള്ള സമയം അല്ലെങ്കിൽ കിട്ടുന്ന അവസരം. എന്നാൽ ഇവിടെ കൂടുതൽ അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട് പല കാരണത്താൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് 3 വർഷക്കാലം നമ്മോടൊപ്പം നിസ്സർഗമായ സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു പോവുകയാണല്ലോ. പ്രിയപ്പെട്ട ജോർജായൻ പറഞ്ഞതുപോലെ വളരെ തിരക്കേറിയതായ ഒരു പ്രവർത്തന രംഗങ്ങളിലേക്കാണ് അച്ഛന് കടന്നു പോകുന്നത്. ഇവിടെ തിരക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ വളരെ കുറെ കൂടെ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് കുറെ തിരക്കുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഞാൻ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ഒരു അച്ഛനിൽ ഒരാളായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അച്ഛൻ ഈ ദിവസത്തേക്ക് വന്നതും നമുക്ക് ഈ ഇടവകയ്ക്ക് അച്ഛൻ്റെ ശുശ്രൂഷ ലഭിച്ചതും നമ്മുടെ ഒരു ദൈവകൃപ എന്ന് മാത്രം നമുക്ക് ഓർക്കേണ്ടത് വളരെ ആവശ്യമാകുന്നു. വന്ന ദിവസം മുതൽവരെയും എന്തുവാ ഈ ടി വിയിലൊക്കെ പറയുന്ന പോലെ ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞതുപോലാണ്. സമയം പെട്ടെന്നങ്ങ് പോയി. കുറെ കൂടെ ഞങ്ങൾ പറഞ്ഞു കോവിഡ് ആയിരുന്നു അച്ഛൻ, ഒരു കൊല്ലം കൂടെ ഇരിക്കാറുണ്ടല്ലോ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ സഭയുടെ നിയന്ത്രണവും ക്രമീകരണങ്ങളും അതൊന്നും അല്ലല്ലോ. അതും പ്രകാരം പോകേണ്ടത് വളരെ ആവശ്യമാണല്ലോ. അതും പ്രകാരം അച്ഛന് ഈ പ്രദേശത്ത് കടന്നു പോകുന്നു. എല്ലാവിധമായ ആശംസകളും ഇടവകയുടെ നേരിടുകയാകുന്നു. സാം ലൂക്കോസ് അച്ഛന് ഇടവകയുടെ വികാരിയായി വന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു പഴംവാക്കല്ല. കാരണം ഇന്നിവിടെ ഇരിക്കുന്നതായ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടവകയിലെ ഒരു കുടുംബം പോലും മിസ് ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രത്യേകിച്ച് അച്ഛനോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഇന്നെല്ലാവരും ഈ യാത്രയപ്പ് യോഗത്തില്, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഈ ദേശത്തെ ലാസ്റ്റ് കുർബാനയാണ്, അതിൽ സംബന്ധിക്കുവാനായിട്ട് സ്നേഹത്തോടെ കടന്നു വന്നത്. എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ആവശ്യത്തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ദുഃഖപൂർണമായ ഇടവകയുടെ പല അവസരങ്ങളിലും പ്രിയ അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തിൽ മാത്രമല്ല പ്രയാസഘട്ടങ്ങളിലും അച്ഛന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഇടവകയില് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടത് വളരെ ആവശ്യമായ അതായത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അച്ഛൻ. കാരണം ഈ ദിവസങ്ങളിലൊക്കെ പല രംഗങ്ങളിൽ അച്ഛനുമായിട്ട് പ്രവർത്തിക്കുവാൻ, വൈസ് പ്രസിഡന്റും ട്രസ്റ്റിയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. പല സമയങ്ങളും കമ്മിറ്റികളൊക്കെ കൂടുമ്പോൾ മറ്റ് രീതിയിലേക്കൊക്കെ കമ്മിറ്റികൾ പോകാവുന്ന അവസരങ്ങളിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആരുമായിട്ടും പിണങ്ങുവാനായിട്ട് അച്ഛന് ഇടയായിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടി ഈ ഇടവയിൽ നിന്ന് തിരിച്ചു പോകുവാനായിട്ട് അച്ഛന് കുടുംബത്തിനും ഇടയായിട്ടുണ്ട്. അത് വളരെ ഒരു കഴിവാണ്. അത് നമ്മൾ ഒരു ആരാധന എടുക്കുന്ന പോലല്ല. ഒരു ഇടവക പല രീതിയിൽ പറഞ്ഞൊക്കെ അച്ഛൻ പോയ അവസരങ്ങളെ പറ്റി ഞാൻ ഓർത്തു പോവുകയായിരുന്നു. പ്രത്യേകിച്ച് അച്ഛന് വന്നപ്പോൾ വളരെ ആഗ്രഹമായിരുന്നു നമുക്കൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു പള്ളിയുടേതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ചു. എന്നാൽ ദൈവം അതല്ല, നമുക്കതിനൊക്കെ ഇടയായില്ല. അതൊരു ദുഃഖകരമായ സത്യമാണ്. എന്നാൽ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ ഓർക്കും. ഒർലാൻഡോ മാർത്തോമാ ഇടവകയെ നമുക്ക് മുന്നോട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കാം. നല്ല ദൈവവചനം ഇന്ന് തന്നെ കണ്ടല്ലോ. നല്ല സ്ലൈഡൊക്കെ ഇവിടെ നിന്നവരൊക്കെ അത് എഴുതിയെടുത്തിട്ടുണ്ട്. അവരുടെ മുന്നോട്ടുള്ളതായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി. എഴുതിയെടുക്കാത്തവർ അവരുടെ മനസ്സുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹമായ
ദൈവവചനമൊക്കെ നമുക്ക് വിഭാഗിച്ചു തരുവാൻ പ്രിയ അച്ഛനിൽ കൂടെ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി എനിക്ക് പറയുവാനായിട്ടുള്ളത് അച്ഛൻ്റെ മനോഹരമായ പാട്ടുകൾ, അച്ഛൻ്റെ ആരാധന, ദൈവം സ്വർഗം ചായച്ചിറങ്ങി വരുന്ന പോലുള്ളതായ ആരാധന. എഴുതി വച്ചിരിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും അത് ഓരോ പ്രാവശ്യവും അത് ആരാധനയിൽ കൂടി അത് ചൊല്ലുമ്പോൾ അതിൻ്റെതായ ഭക്തിയോടുകൂടി ആരാധന നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ അച്ഛന് ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങള് എപ്പോഴും സ്വകാര്യമായിട്ടെങ്കിലും പറയും, ഈ വീടുവാസിക്കൊക്കെ പോകുമ്പം ആരുടെയും ആവശ്യമില്ല, പിന്നെ ധൂക്കുറ്റി എടുക്കേണ്ടി വന്ന ഒരാളൂടെ അച്ഛൻ്റെ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അച്ഛനങ്ങ് ചെയ്തോളും. പാട്ട് മറ്റേ ഇരുന്ന അച്ഛന്മാരൊക്കെ വായിച്ചാലും ഞങ്ങളൊക്കെ പറയും, സദറായെങ്കിലും ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു വായിക്കാനെന്ന് പറയും. അച്ഛൻ പിന്നെ എല്ലാവൊക്കെ കൈകാര്യം ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. പാട്ട് എല്ലാം ഇപ്പൊ ഈ ഞങ്ങളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ വീടുകൂതാശയുടെ പാട്ടുകൾ ഇത്രയൊന്നും ചൊല്ലി ഞാനിവിടെ കേട്ടിട്ടില്ല പല അച്ഛന്മാരിൽ. കാരണം അതിന് ഈണം വളരെ പ്രയാസമാണ്. അതൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് ചൊല്ലി നല്ല രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ശുശ്രൂഷകളിലും നമ്മൾ പറയേണ്ടത് അച്ഛന് ആദ്യമായിട്ട് തരും, നമ്മൾ മറന്നുപോയെങ്കിൽ അത് നമ്മൾ പറയുവാൻ വേണ്ടി. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്, ഓരോരോ പ്രത്യേകതകളാണ്. ഞാനത് കുറ്റമല്ല പറയുന്നത്, അത് വലിയ അനുഗ്രഹമാണ്. ചിലപ്പം അടുത്ത സ്റ്റെപ്പ് എന്തോ എടുക്കേണ്ടത് നമ്മൾ മറന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് നല്ല ഒരു അനുഗ്രഹമാണ്. അതിലൊക്കെ ഉപരിയായി ഈ ചെറിയ ഇടവയെ വളരെ അച്ഛൻ സ്നേഹിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു സർവീസ് ഇവിടെ ആരംഭിക്കാനായിട്ട് ഇടയായത്. ഈ മർത്തോമാ സഭ എന്ന് പറയുന്നത് അച്ഛൻ ഓറിയന്റഡ് അല്ലെങ്കിൽ കുർബാന ഓറിയന്റഡ് സഭയാണ്. ഒരു അച്ഛനില്ലെങ്കിൽ ആ ഒരു ഇടവയ്ക്ക് ഒരു ജീവനില്ല. അച്ഛന്റെ കുർബാന നടത്തുന്ന ഇടങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരികയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും. ഇപ്പം ലേ ലീഡറായിട്ടുള്ള ഞങ്ങൾ എത്ര കിടന്ന് ഇവിടെ തകർത്തെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഡിവൈൻ ആണോ എന്നൊരു ചോദ്യം വരും. എന്നാൽ ഒരച്ഛനുണ്ടെങ്കിൽ അത് വിസിറ്റിംഗ് അച്ഛൻ വന്നാൽ പോലും കൂടുതൽ ആൾക്കാരെ നമുക്ക് കാണുന്നത്. നമ്മൾ ഇന്ന് തന്നെ ഇപ്പം അടുത്ത ആഴ്ച നോക്കുമ്പോൾ ഇവിടുത്തെ കസേരകളിൽ 10-15 പേരെ കാണാം. ഇന്നിവിടെ ഫുൾ ആളാ, മുകളിലും ആളുണ്ട്, ഓഫീസ് റൂമിലും ആളുണ്ട്, അതുപോലെ ആളാണ്. ഞാൻ പറയാൻ വന്നത് രണ്ടാമത്തെ ഒരു സർവീസ് ഇടവയ്ക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് എങ്ങനെ ആയിത്തീരും ഏതായിത്തീരും സെക്കൻഡ് സാറ്റർഡേയിൽ ഓർത്തപ്പോൾ അത് വളരെ ഒരു തീരുമാനമെടുത്തിട്ട് അത് നടത്തിയത് ഇടവയ്ക്ക് വളരെ അനുഗ്രഹമാണ്. അടുത്ത അച്ഛൻ വരുമ്പോഴും നമുക്ക് അതേപ്പറ്റി റിക്വസ്റ്റ് ചെയ്യാം. ദൈവമായ കർത്താവ് അതിനുള്ള വഴികളെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടപ്പോൾ ചില ഗുണഗണങ്ങളൊക്കെ പറഞ്ഞില്ല. എന്നാൽ അച്ഛന്മാരെ പറ്റി ചില കാര്യങ്ങളോട് പറയണമല്ലോ. ഞാൻ അടുത്ത് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് സെക്രട്ടറി അല്ലെങ്കിൽ ഇടവ തന്നിരിക്കുന്ന 20 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും നിർത്തിക്കോളാം. കേട്ടൊരു മലങ്കര മാർത്തോമാ സഭയിലെ സീനിയർ ആയിട്ട് റിട്ടയർഡ് ആയ ഒരു അച്ഛൻ പറഞ്ഞൊരു പ്രസംഗത്തിന് മുമ്പേ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്. അച്ഛന് റാന്നി സ്വദേശിയ പഴവങ്ങാടിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ടോ മാമയോട്? അവിടുത്തെ അച്ഛനാ, അവിടെ ഉള്ള സ്വദേശി അച്ഛന് റാന്നി അച്ഛന് അതെ പട്ടം കിട്ടുന്നതിന് മുമ്പേ ആ ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് വലിയ റൗഡി പ്രശ്നമുള്ള സമയം. അച്ഛൻ സീനിയറാ കേട്ടോ, സീനിയർ റിട്ടയർഡ് ആയ അച്ഛന്. റൗഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അച്ഛനൊക്കെ പേടിയാ, സന്ധ്യ ആയി കഴിഞ്ഞാൽ ആ പഴവങ്ങാടിക്കരയിൽ നിൽക്കാൻ വേണ്ടി. അപ്പം സന്ധ്യ ആകുമ്പോഴേ വീട്ടിലങ്ങ് പോകും. എന്നാൽ അച്ഛന് പട്ടം കിട്ടി. അന്നത്തെ തിരുവല്ലയിൽ ആ പട്ടം കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഈ പഴവങ്ങാടിക്കര ജംഗ്ഷനിൽ വന്നിറങ്ങിയപ്പോൾ മുറുക്കാങ്കട അറിയാമോ? ചെറിയ ഒരു ഷോപ്പ്, അതിനകത്ത് ഈ മുറുക്കാനും സോഡായും ഒക്കെ വിൽക്കുന്ന ഒരു കട. അവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു തട്ടുണ്ട്. അതിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേടി അല്ലെങ്കിൽ ഒരു റൗഡി ഗുണ്ട അയാളിങ്ങനെ അവിടെ ഇരിക്കുവോ. അച്ഛന് കണ്ടപ്പോൾ ചെറിയൊരു പേടി വന്നു. ഈ മനുഷ്യനെ രാത്രി കാണുമ്പോൾ അച്ഛന് പേടിയാ. എന്നാല് ഈ അച്ഛൻ ഇങ്ങോട്ട് കുപ്പായം ഇട്ടിങ്ങോട്ട് വരുന്നത് കാണുകയും ഈ റൗഡി നേരെ അങ്ങ് എഴുന്നേറ്റിട്ട് തലയിലെ കെട്ടുമഴിച്ച് മുണ്ടുമഴിച്ചിട്ട് ഇതുപോലെ വെടിക്കുത്തൊക്കെ ഇതഴിച്ചിട്ട് ഇങ്ങനെ വളരെ ബഹുമാനത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഈ കുപ്പായമാ ഇതിനൊക്കെ കാരണം, ഇതിന് ബഹുമാനമുണ്ടല്ലോ. ഞാൻ മുമ്പൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ കുപ്പായമാണല്ലോ എന്നുള്ള വളരെ ബഹുമാനത്തോട് വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛന് വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛന് രാവിലെ ഒരിടത്ത് പോകണം. അപ്പൊ ഇട്ടിയപ്പാറ എന്താ പറയുന്ന സ്ഥലത്ത് അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ ഇങ്ങനെ വെളുപ്പിന് വന്ന് അച്ഛൻ ഇങ്ങോട്ട് വരികയും അച്ഛൻ കാണുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഒരു കിളി
ഇങ്ങനെ തുണിയെ പിടിച്ച് വലിക്കുന്നു, ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അച്ഛന് ഇങ്ങനെ അതിശയത്തോട് നോക്കി എന്തുവാ എന്നൊക്കെ. ഒരു പ്രൈവറ്റ് ബസ് ഒരാൾ കയറുന്നു, ഒരു തുണി മാത്രമേ കാണത്തുള്ളൂ, വെള്ള തുണി, അതല്ലെങ്കിൽ കിളി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക. രാവിലത്തെ ട്രിപ്പാ. അപ്പൊ ഈ അച്ഛൻ അടുത്ത് നോക്കിയപ്പം വേറൊരു അച്ഛൻ ഈ ബസ്സിൽ ആദ്യമായിട്ട് കയറുക. അപ്പൊ അച്ഛനെ പിടിച്ച് വലിക്കുക, അച്ഛൻ ഇറങ്ങിപ്പോ, ഇനി ഞങ്ങളെ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ചതിക്കരുത്, അച്ഛന്മാർ ആദ്യമേ കയറിയാല് പിന്നെ ഒരു മനുഷ്യൻ പോലും കയറത്തില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അച്ഛാ ദൈവത്തെ ഓർത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോവും, ഈ പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങളെ ഒഴിവാക്കും വലിക്കുക. അപ്പൊ ആ അച്ഛന് മനസ്സിലായി ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ഇതുണ്ട്. ഒരിടത്ത് ബഹുമാനവും വേറൊരിടത്ത് ഇങ്ങനെയുള്ളതായ ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ. നടന്ന സംഭവം അച്ഛൻ പറഞ്ഞ കേട്ടോ. എന്നിട്ട് അതിനുശേഷം അച്ഛൻ പറഞ്ഞതിന്റെ ആ മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: തിരുവസ്ത്രം നമ്മൾ അണിഞ്ഞു പോയി നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള ബഹുമാനങ്ങൾ ലഭിക്കും. എന്നാൽ അതിനുള്ളിലുള്ളതായ വ്യക്തിത്വം എങ്ങനെ ആയി തീരണം, അത് ആ അണിയുന്ന ആള് എന്താണ് ഞാൻ അണിഞ്ഞിരിക്കുന്നുള്ളതായ അത് ആ വ്യക്തിത്വത്തോടുകൂടി അതുപോലെ പരിശുദ്ധമായ ജീവിതം ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് അന്ന് പ്രസംഗിച്ചത്. അത് ഞാൻ കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാല് പ്രിയ അച്ഛന് വെള്ളക്കുപ്പായം തന്നെയല്ല, അതിനകത്തെ വ്യക്തിത്വവും വളരെ അനുഗ്രഹമായിരുന്നു. നമുക്കൊക്കെ ശുശ്രൂഷ രംഗങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. നീണ്ടു പോകുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് നിർത്താം. കഴിഞ്ഞ ദിവസം അച്ഛൻ പറയുന്ന പോലെ ഈ രണ്ടിടവയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് രണ്ട് ഭാര്യമാരെ ഒരുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം ഒരു ഭാര്യ സുന്ദരിയായിരിക്കും, മറ്റേ ഭാര്യ അല്പം സൗന്ദര്യം കുറവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാര്യയോട് പറയും നീ സുന്ദരിയാണ്, കുറച്ച് സ്നേഹം കൂടി കുറച്ചുകൂടെ നമ്മൾ ആ ഭാര്യയോട് താമസിക്കുകയാണെങ്കിൽ അടുത്ത ഭാര്യയ്ക്ക് വലിയ വിഷമം തോന്നും. ഇതുപോലെയാണ് ഈ ടാംബയും ഒർലാൻഡോയും രണ്ടിടവേള. അച്ഛന് എപ്പോഴും ഒർലാൻഡോയിലാന്നുള്ള കംപ്ലൈന്റ്. ഇവിടെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മുടെ സൗന്ദര്യം കൂടുതലുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവർക്ക് അങ്ങനെ തോന്നും. നമുക്ക് എപ്പോഴും പറയുന്നത് അച്ഛാ 1/4 ഞങ്ങളുടെ അവകാശമാണ്, അച്ഛൻ ഒർലാൻഡോയിൽ കാണണം ഒരാഴ്ച നമ്മൾ പറയും. അപ്പം ഏത് രീതിയിലാണ് ഇത് കാണുന്ന അറിയത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ് രണ്ടിടവയെ സേവിക്കുക. ഒരിടവയാണെങ്കിൽ ആ പരിപൂർണ സ്നേഹം കൊടുത്ത് ജീവിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ടിടവയെ മേയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഒരു കഥയൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ ഒരു ഓർത്തഡോക്സുകാരനും ഒരു മർത്തോമാക്കാരനും തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ഓർത്തഡോക്സുകാരൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ ഈ വർഷം പോവുക ഇല്ല എന്ന് ചോദിച്ചു. അപ്പം മർത്തോമാക്കാരൻ പറഞ്ഞു, അതെ 3 വർഷമായി പോവുക. വളരെ നല്ലതാ, എന്താ നിങ്ങളുടെ അച്ഛൻ 3 കൊല്ലം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ മർത്തോമാക്കാരൻ പറഞ്ഞു, ഈ ഓരോ അച്ഛന്മാരുടെയും മെസ്സേജിന് കുറെ സ്റ്റാഫുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേനും അതങ്ങ് തീരും. പിന്നെ അത് ഇനി പിന്നെ റിപ്പീറ്റ് ആകണ്ട, നിങ്ങളുടെ മാർത്തോമാ സഭ അങ്ങനെ ക്രമീകരണം ചെയ്തിരിക്കുക. 2-3 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് മാറ്റിയാല്, അല്ലെ പിന്നെ ആദ്യത്തെ പിന്നെയും കൊണ്ടുവരും. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കും വലിയ കാര്യങ്ങളൊക്കെ അച്ഛൻ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ അച്ഛന് പോയി ഫ്ലോറിഡ, ഒർലാൻഡോ, ടാമ്പ ഇതൊക്കെ അവിടെ പോയി പറയാം നാട്ടിൽ ചെന്നിട്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ കൂടെ ആയിരിക്കും ഈ സഭ ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്തത്. അപ്പൊ ഈ വർത്തമാനക്കാരൻ പറഞ്ഞ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇനി അവന് തോന്നിയത് അവൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കഴിഞ്ഞിടയിൽ എന്നോടും ഈ ഇവിടെ ഉള്ളതായ ഒരു ഓർത്തഡോക്സുകാർ പറഞ്ഞു, നിങ്ങളുടെ ക്രമീകരണം വളരെ നല്ലതാണ്. എത്ര ഈ നമുക്കറിയാമല്ലോ അമൃത് എത്ര ഇതാണെങ്കിലും അധികമായാൽ അമൃതും വിഷമാന്ന് പറയും. ഒത്തിരി നാളിരിക്കുമ്പോൾ ഈ അച്ഛനെ അല്ലെങ്കിൽ ഇങ്ങനെ അത് നമ്മുടെ ഈ മലങ്കര മാർത്തോമാ സഭയുടെ ആ ക്രമീകരണങ്ങൾ വളരെ അഡ്മിനിസ്ട്രേഷൻ വളരെ നല്ലതാണ്. ആ ക്രമീകരണങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു, അതിനായിട്ട് സ്തുതിക്കുന്നു. എനിവേ ഞാൻ അധികം നീട്ടുന്നില്ല. പ്രിയാച്ച, ഈ ഒർലാൻഡോ മാർത്തോമായ സഭയിലേക്ക് ലഭിച്ചതായ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഈ കാലയളവിൽ പ്രവർത്തിക്കുവാനായിട്ട് പല അവസരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പല കുറവുകളും ഏറെയായി എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ഞങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് വളരെ ഭംഗിയായിട്ട് ഇടവുക അച്ഛനാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവമടിയായി പോകുന്നതായ രംഗങ്ങളിൽ ദൈവമായ കർത്താവ് അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കൊച്ചമ്മയെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ലേ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൊച്ചമ്മയാണ് അച്ഛൻ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അച്ഛനും കൊച്ചമ്മയും
മോളും കൂടെയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവരല്ല കൊച്ചമ്മയെ കാണുന്നൊരു ചിരി, ആ ഒരു ചിരി എന്ന് പറയുന്നത് വളരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ചായ അല്ലെങ്കിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും പേര് വിളിച്ച് വളരെ സന്തോഷത്തോടുള്ള ചിരിയാണ്. അത് മുല്ലപ്പൊടി ഏറ്റിക്കിടക്കും കല്ലിന് മുന്നൊരു സൗന്ദര്യം എന്ന് പറഞ്ഞ പോലെ ഈ മുല്ലപ്പൊടി അച്ഛന്റെ മുല്ലപ്പൊടി അങ്ങോട്ടേറ്റതാണോ അച്ഛൻ കൊച്ചമ്മയുടെ മുല്ലപ്പൊടി ഇങ്ങോട്ടേറ്റാന്ന് അറിയത്തില്ല. ഏതായാലും അനുഗ്രഹിക്കപ്പെട്ടതായ തക്ക തുണയെ നമ്മുടെ വേദോസ്തത്തിൽ പറഞ്ഞല്ലോ, തക്ക തുണയെ ദൈവം തമ്പുരാൻ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അനുഗ്രഹിക്കപ്പെട്ടതായ കൊച്ചമ്മ. ഈ മോളെ പറ്റി പറയാം. മോളുടെ ഒരു പേര് തന്നെ അനുഗ്രഹമാണ് അല്ലെ. അനുഗ്രഹ എന്നുള്ളതായ മോളെ ഈ കുടുംബത്തിന് അച്ഛനും കുടുംബത്തിന് ലഭിച്ചു. ഒർലാൻഡോയിലും വളരെ അനുഗ്രഹമായിട്ട് ആ ഏജിലുള്ള ആൾക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ സഹകരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി അനുഗ്രഹമായ രീതിയിൽ ഈ ദേശത്ത് പ്രവർത്തിപ്പാൻ ഈ 3 വർഷക്കാലം ഇടയാക്കിയ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധമായ ആശംസകളും ഒർലാൻഡോ മാർത്തോമ ഇടവകയുടെ നാമത്തിൽ, വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും നാമത്തിലും എന്റെ വ്യക്തിപരമായ നാമത്തിലും അർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ പോകുന്ന രംഗങ്ങളിലൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇനി അടുത്ത റെപ്രസെന്റേറ്റീവുമാരുടെ വാക്കുകൾക്ക് വേണ്ടിയാണ്. 2-3 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ആദ്യമായി ഡേ ലീഡർ ഡോക്ടർ ചെറി എബ്രഹാമിനെ ആശംസാ വാക്കുകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ജോൺ വർഗീസ് അങ്കിൾ, പ്രസിഡന്റ് മീറ്റിംഗിന്റെ പ്രസിഡന്റായ വൈസ് പ്രസിഡന്റ് ജോൺ വർഗീസ് അങ്കിൾ, അച്ഛൻ കൊച്ചമ്മ അനുഗ്രഹമോൾ, അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ ശുശ്രൂഷ അനുഷ്ഠിക്കാനും മീറ്റ് ചെയ്യാനൊക്കെ കിട്ടിയ സന്ദർഭങ്ങൾ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാൽ 2-3 മിനിറ്റ് ഉണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നു. കൂടുതൽ നീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ KISS കീപ് ഇറ്റ് ഷോർട്ട് സ്റ്റെപ്പ് എന്നുള്ളൊരു ലെറ്റർ വരുമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ചുരുക്കത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഞങ്ങൾ ടെക്സസിൽ നിന്ന് വെറോ ബീച്ചിൽ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒർലാൻഡോയിലെ പള്ളിയാണ് മർത്തോമ പള്ളി ഉള്ളത്. അവിടെ വരണമെങ്കിൽ 1.5 മണിക്കൂറാണ്. വലിയ പ്രയാസമാണ് യാത്ര. ജോലിയൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച ഇച്ചിരി തുണിയലക്കും വീട്ടു വൃത്തിയാക്കലൊക്കെ കഴിയുമ്പോൾ ഞായറാഴ്ച പരിപാടി നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ കോള് വന്നു. കണ്ടില്ലല്ലോ, എന്താ വരാഞ്ഞ്? ഇപ്പം ശരിയുടെ അടുത്ത പ്രാവശ്യം വരാം. നമ്മൾ 2ാമത്തെ ആഴ്ചയിലാണ് അച്ഛൻ വരുന്നത്. ഇപ്പം ബാക്കിയുള്ള ആഴ്ചകൾ വെറോ ബീച്ചിലുള്ള പല പള്ളികൾ ഞങ്ങൾ സന്ദർശിച്ചു. എപ്പിസ്കോപ്പലിൽ പോയി, പ്രസ്ബിറ്റേറിയനിൽ പോയി, മെത്തഡിസ്റ്റിൽ പോയി. പക്ഷെ നമ്മുടെ ഒരു കുർബാന കൊണ്ടുവരുന്നതിന് ശേഷം ഈ പള്ളിയിലൊക്കെ പോയാൽ ഒരു ഗുമ്മില്ല അല്ലേ. അങ്ങനെ പിന്നെ അച്ഛൻ്റെ കോളം വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അടുത്ത മാസം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോയി. വന്നു കഴിഞ്ഞപ്പോൾ ഈ ജോണങ്ങൾ പറഞ്ഞ പോലെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? അടുത്ത പ്രാവശ്യം കുർബാന വരുമ്പോൾ വരും. എന്നാൽ ഞങ്ങൾക്ക് അച്ഛനിൽ വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹവും കരുതലുമാണ് അല്ലേ. അത് ജോണങ്ങളും കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ളവർ വരുമ്പോഴും അവർ പറയും. അച്ഛൻ ഇവിടെ കുർബാന നടത്തിയ കാര്യമാണെങ്കിലും ഒരിക്കലും ഞങ്ങളുടെ വീട് സന്ദർശിക്കാനിടയായി അച്ഛൻ. അത് ഞങ്ങൾ ഇവിടുത്തെ മെമ്പേഴ്സ് ആകുന്നതിന് മുന്നേ ആയിരുന്നു. അതൊരു ശനിയാഴ്ച എന്നാ വിളിച്ചു പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛൻ ലാൻഡ് ചെയ്തപ്പോൾ അത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. അപ്പം അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഒന്നും പ്ലാൻ ചെയ്യാതെ വരുന്ന ഒരു ദിവസമായിരുന്നു. അന്ന് അച്ഛനുണ്ടായിരുന്നു, കൊച്ചമ്മ ഉണ്ടായിരുന്നു, അനുഗ്രഹമോളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം ഫോൺ വിളികളാണെങ്കിലും കൂടിച്ചേരലുകളാണെങ്കിലും ശുശ്രൂഷകളാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ അച്ഛനെക്കുറിച്ച് പൊക്കിയൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും അല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, വളർത്തിയ രീതിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നാൽ ഇതിനേക്കാളിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാരണമുണ്ട് എന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു തിയറിയുണ്ട്. ആ തിയറി ഞാനിവിടെ ഷെയർ ചെയ്യാം. അച്ഛൻ്റെ ഈ സ്നേഹവും കരുതലിൻ്റെ കാരണം ഒന്ന്, അച്ഛൻ കൊട്ടാരക്കരക്കാരനായതുകൊണ്ടാണ്. അതെൻ്റെ ഭാര്യ കൊട്ടാരക്കരക്കാരി ആയതുകൊണ്ടല്ല കേട്ടോ. അതൊരു കാര്യം. രണ്ടാമത്തേത്, അച്ഛൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ്. അതെന്റെ ഭാര്യയുടെ ബർത്ത്ഡേ മാർച്ചിലായതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കൊട്ടാരക്കരയ്ക്കും മാർച്ചിനും ഉള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറയാൻ എനിക്ക് സമയം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അച്ഛ സർവീസിലും മിനിസ്ട്രിയിലും എല്ലാം അനുഗ്രഹിക്കട്ടെ. കൂടെ ഇനിയും കാണും വരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവക മിഷനെ പ്രതികരിച്ച് മിസ്റ്റർ മിനു മാത്യു. പ്രിയപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, അനിത, ജോണ്, ബാക്കി എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളെ,
ചെറിയ പറഞ്ഞ പോലെ ഈ 2-3 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒന്ന് തയ്യാറായി വന്നേ. പിന്നെ അച്ഛനെ പറ്റി ഇപ്പോഴും ഓർക്കുമ്പോഴേ ഒരു പ്രത്യേകത എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാനത് കൺഫേം ചെയ്യാൻ വേണ്ടി, ഞാൻ എപ്പോഴും എന്തെങ്കിലും കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ലീനയോടാ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന് മെസ്സേജ് ഒക്കെ തരുമ്പോൾ പള്ളിയിലായിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ വർത്താനം പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു പഞ്ച് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ പഞ്ചെന്ന്. I don't like saying goodbye, but it seems like you just came here 3 years ago and we were welcoming you not only to 2 new parishes but to a new country. And Achin, I just wanted to thank you for 3 years of leadership and guidance and mentorship. While juggling the responsibilities of 2 parishes, you were always ready to come in and do everything we asked you to do with such enthusiasm and a smile on your face. And when you came here 3 years ago, it was done so under the curtain of COVID-19. We were not anywhere near normal, and it seems like a blur right now, but I believe that, like you were saying to the kids today, God's timing is always perfect. We believe that God sent you here at that time, because whether it is through your own personality or your psychology background, you're always cool and calm and collected, and you were the perfect person to guide us back into what we knew as pre-COVID times. So thank you for that. Thank you always for being available to answer my incessant questions with such patience, and always jumping in whenever we asked you to come in and speak to our Sunday school kids, doing so with a song and a message that not only resonated with our older kids, but with our little ones too. I know that Jacob and Noah used to pray every night for old Achin and new Achin, so now they will officially be relegating you to our old Achin status. So, but thank you so much, and thank you for guiding 16 kids through the occasion of their first communion. That was a momentous occasion, so thank you for that. Anugrah, Achu, thank you for being here and everything that you have done. It's been nice to see you grow up during these past 3 years, from a sweet little girl to a kind, self-assured young lady. And thank you for always balancing life, again, among 2 parishes. And sometimes you would involve yourself with very little short notice, but you always did so with, again, so much enthusiasm. Thank you for that. You made it all seem effortless, and we pray that as you go on to have many, many more adventures and meet new people and go on to different places, that you keep in touch with us. And best of luck to you. Kochama, your family is amazing and strong because you are its backbone. We have always seen your devotion to your family and to your church family through your music, your messages, and even being the silent person in the background, just ready to support everyone. And thank you for your sharp sense of humor, your incredibly competitive nature, because I have seen you competing during church games and stuff like that, and you're always ready to win it all. And I was joking with Kochama that during the choir fest, during the actual choir fest, no one worked as hard as Kochama and Achu did. I mean, if you saw them jumping back and forth from 2 different churches and the outfit changes and everything else, my head was spinning. But thank you for such devotion. And on behalf of our Sunday school family, we wish you all, first of all, a safe journey back to Kerala and a seamless transition. May God continue to bless all of you with strength, wisdom, and love to lead your new flock. And as a small token of appreciation from our children, we would like to present you with a couple of things. I know I have some Sunday school teachers here. Biju, come on up. Shadi and Bensi.
രാവുകൾക്കങ്ങകലെ നിറവോടൊരു പുലരി നീ പോയിടും വഴികൾ നിരപ്പാക്കിടും ദൈവം നിൻ കാലുകളിടറാതെ കാത്തിടും ദിനവും സ്മൃതികൾ തൻ പടവിൽ നിഴലലയും പോലെ ആശംസാമന്ത്രങ്ങൾ ചൊല്ലുന്നു ഞങ്ങൾ ആശംസകൾ പ്രാർത്ഥനയിൽ പുഷ്പങ്ങൾ നേരുന്നു ഞങ്ങൾ പ്രാർത്ഥനകൾ. Sorry. Dear Achin family and our church family, I'm standing here on behalf of our choir of OMTC as we bid a farewell to Sam Lucas Achin and family. I'm given also 2 to 3 minutes, പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ മോളായതുകൊണ്ട് കുറച്ച് സമയം കൂടെ എടുക്കുമായിരിക്കും. Please forgive me. So one of the first things I heard about Achin even before he set foot in America is that he can sing well. I think the last Achin had mentioned it's like a smaller family coming in, but they're a great singing family. And Achin അറിയാവുന്ന അറിയത്തില്ല, but I think at that point there was a video that went viral in our WhatsApp group of you and Kochimma and Anugrah singing a song. അപ്പം ഞങ്ങൾ choirകാർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. Achin and family, not a singing family, that's going to be part of our choir, and their reputation definitely preceded them, and it turned out to be true. As we can proudly say, we've been blessed with an Achin, with the Achin family, with a voice that everyone commends on in a good way. A testament to that of how he's impacted our choir, or like സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരച്ഛനെയും കൊച്ചമ്മയും ഞങ്ങളുടെ സേവ്യ സംഘത്തിന് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല, അഥവാ അവസരം ലഭിച്ചില്ല എന്നൊരു നഷ്ടബോധം ഇപ്പം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ OMTC സേവ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ തന്നെ പേരിലും അച്ഛനും കൊച്ചമ്മയ്ക്കും എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും തുടർന്നും തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, ആയതിനായി പ്രാർത്ഥിക്കുന്നു. Everyone gathered here, I just want to say a few words on behalf of the youth group. So Achin has helped our youth group grow spiritually over the past 3 years. He's led combined Bible studies with St. Mark's Church twice a month for us, and he's also sacrificed his time to come here every 4th Saturday to conduct Holy Communion services in English, which were catered for the youth. So I just want to say thank you, Achin and Kochima, for your continuous support and guidance for each one of us, and for taking the time to be present with us every chance you got. And we cannot forget about Anugraha, who's been a big part of our youth group the past 3 years. She's brought a light and fun energy to our youth group, and she will surely be missed. We will continue to pray for you in your studies and in your future endeavors. I hope many of us can continue to keep in contact with you in the years to come. Achin family will continue to pray for you in all your future ministries and parishes, and I hope you can continue inspiring and encouraging other youths to live like Jesus and to follow his light. And I also hope you will continue to pray for us youths here in Orlando for our future and for our studies. Thank you. I just wanted to thank Achin and family for their services during their time with us.
and I wish you all the very best on your journey. Anugraha is an amazing friend who puts a smile on our faces when she walks in the room. She's kind, funny, and most of all, our best friend, and we got her a gift, our group chat. So can everyone who helped make this gift come up here? Lucas Achan, Kochama അനുഗ്രഹ മോൾ, വൈസ് പ്രസിഡന്റ് ജോൺ. ഫെയർവെൽ അല്ലെങ്കിൽ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമുക്ക് അനുഭവങ്ങൾ കൂടെ ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് പ്രിയ അച്ഛനും കൊച്ചമ്മയും മോളും ഈ ഇടവയിലെ സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങളെ അനുഷ്ഠിച്ചിട്ട് സഭയുടെ നിയമപ്രകാരം വീണ്ടും ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഈ സമയത്ത് അച്ഛൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുവാനായിട്ട് 3 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഒരു വേടുണ്ട്. കർത്താവ് ചെയ്തൊക്കെയും ഇനിയും വിവരിക്കാൻ സമയം പോരാ, സ്ഥലം പോരാ എന്ന് വിശുദ്ധ യോഹന്നാൻ അവിടെ ഒരു വാക്യം എഴുതി ചേർത്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഈ 3 വർഷത്തെ കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് 1 വർഷത്തെ പറഞ്ഞാൽ എങ്ങനെ ഒക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾക്ക് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് ഓർത്തു നോക്കുമ്പോൾ എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖവേളയിലും അച്ഛനും കുടുംബവും എന്നോട് എന്നെ ചേർത്ത് നിർത്തി, എൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും സൈക്കോളജിക്കലായിട്ടുള്ള എന്നെ ആശ്വസിപ്പിക്കുകയും ഒക്കെയും ചെയ്ത അച്ഛനോടും കുടുംബത്തോടും ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. ഇവിടുന്ന് നാട്ടിൽ പോയാലും വന്ന് കാണുവാൻ ആറാട്ടുപുഴയുടെ ആ പ്രദേശം നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശമാണ്. സയാം സന്ധ്യകളിൽ അവിടെ ആ പുഴയുടെ തീരത്ത് ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ ഒക്കുമെങ്കിൽ അച്ഛ ദൈവ ആയുസ്സും ആരോഗ്യവും തരുന്നുവെങ്കിൽ അച്ഛനെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. So, respected Vice President Achin, Kochama and Anugraha, time for everything, meaning everything happens at the time God chooses and His time is always perfect. If you all remember, Achin and family were supposed to join us in 2020, but that was postponed due to the outbreak. If Achin had to come on the expected time, probably we would never have done an event as Choir Fest, at least not in 2024. I wouldn't go into much detail of the Choir Fest, but if I did not mention it, it would be very ungrateful of me and my choir. I would say it was clearly God's will that the Choir Fest should take place when Sam Lucas Achin was our vicar. To add up to the sign that he was chosen to lead, he was also a vice president of Southern Region when we took the Choir Fest on our shoulder. Thank you, Achin, for everything you did for our choir. His energy, support, and guidance we received from the Almighty helped us to showcase a successful event. When we knew that Sam Lucas Achin was posted to the parish, like any other curious member, the first thing I did was to Google his name. I did not see much, but when I searched on YouTube or Facebook, I don't remember now, but I came across Achin's song. I was like, wow, this Achin would be a great help for our choir. And true indeed, we just did not get 1 singer, but 3. We will be greatly missed. Out of Achin's 3 years of service, I got the opportunity to be in Achin's committee all 3 years as choir secretary and 2 years as parish secretary. Achin's leadership is highly commendable. One character I noticed in Achin was he works when no one is willing to work, and yet will let someone else take the credit for it.
On the other hand, he allows the people to lead, and when they are overwhelmed and start complaining or venting or emotionally melts down, he welcomes us by saying, "Ellam nadakkum, don't worry." Sorry. He takes the lead from there silently, without even anyone noticing it. I still remember the words Kochama said during our first picnic. Not sure if she remembers, but yeah, she said to me, "Achan tanne ella angu cheyum. Kude arenum onnu ninnu kodutha madi. He will do everything by himself." I was like, "Kochama, adu nalladalla. It's a nice thing for us, at least for a small church like us." So she said, "Pakshe adu chilappo okke prashnangal." Enough, if he decides on something, he makes sure the work is done and well done with or without support. That is the reason we had a very busy schedule all 3 years. In 3 years, he did the service of 5 years, compensating for the 2 years we lost due to COVID. Achan came during the tail end of COVID, not actually tail end, because we still hear about it. I should say tail end of the lockdown. Not all the churches were ready to open because fear was still on rise. Once the federal government gave the go sign, there was no looking back for Achan. There were still a few people who were against opening the church. Achan took the matter to the executive and discussed it, and he had the support of most of the members in the group, and we decided to open the church with no restriction. But he made sure the service was relayed over the Google platform for the one who couldn't attend the service physically. By this act, I knew Achan is here to serve, and he has no fear of the unknown. Other initiative he took for us was about the youth. He started a second Holy Communion service for the youth and the young family who could not speak Malayalam, to get them involved in the services. Thank you, Achan, for that. Thank you, Achan, or maybe we would have waited another year for the church to open if you had not taken the initiative. We are all like good sheeps who followed the shepherd, so ഞങ്ങളൊന്നും പറയാതെ കൂടെ നിന്നു. So thank you very much again. The other quality I noticed was the way he deals with certain issues that might derail the smooth functioning of the church. He makes sure that everyone in the committee already knows about the situation. He talks and updates everyone about it in advance personally, so the situation is already mellowed down by the time it actually comes for discussion. The beauty of it is everyone thinks that they are the special ones since Achan shared it only with them, and so they should not derail by differing. I'm actually still trying to figure out if it was a good quality or a strategical move. But still, thank you, Achan, for doing that. The Sundays we had the communion service was indeed a blessing for all of us. Praying that Prem Timothy Achan and family will also be as energetic and supportive leader as you are. I have a lot to say, but since I asked everyone to keep it short, I cannot take much time, so I will conclude the message in a few. Actually, I had to cut down Thomas because I didn't want to go off time, so I asked Thomas not to say. Sorry, Thomas. Ella 100% in the parayan or vishmam, so I got to say this. Like any other Achan was not prompt in picking up phones and responding to the messages. It was not the case in the beginning, though. He changed after. There were times when I had to text Kochama to relay the message to Achan, or ask Kochama to make sure Achan checks his phone. Probably Achan was busy with all other things. As GB said, juggling in between 2 churches is not easy. But still, Achan, you have touched many lives through your sermon and chants. It can be clearly seen through participation from all our congregants. Most wanted to be the part of the live farewell speech, but since we have very limited time after the communion service, I had to limit the live speech to the committee members. As we conclude, I would like to thank everyone who wholeheartedly participated in Achan and family's farewell without any excuses. To show the gratitude and appreciation for your service, the young family representative has put together a video message from the congregants. Achan, Kochama and Achu, wishing you all the very best in your next chapter. It is never a goodbye as long as technology is powerful. Stay in touch whenever you can and keep my family and our parish in our daily prayers. We will definitely miss you all, especially your songs and hymns.
We would like to hear you, Kochima and Achu, one more time before we wind up. Thank you very much. God bless us all. Thank you. The young families, I reached out to all of you to send me either a photograph or an audio message or a video message that we can compile together here today. And this was just a few weeks ago, and I had an overwhelming response. In fact, I had to call quite a few and put it all together. That quick response and this compilation is really a testament of how much of an impact Achin had on us and how much will be missed. Thank you for that. Thank you, Achin. All we have to say is thank you for raising the bar and doing such a fantastic job. ഒർലാൻഡോ മർത്തോമ ചർച്ചിന് വേണ്ടി ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അച്ഛൻ 2 സർവീസ് അച്ഛനാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛൻ അതിൻ്റെ പിന്നിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ടാമ്പയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത്, ഒരു ഫെബ്രുവരി വൈഫിന് പോകാൻ വേണ്ടി. അപ്പം ഞാൻ ഓർത്ത് 1 മണിക്കൂർ മതി ടാമ്പയിൽ പോയിട്ട്, ടാമ്പയിൽ 1.5 മണിക്കൂർ കൊണ്ട് ടാമ്പയിൽ ചെല്ലാം, തിരിച്ച് 1.5 മണിക്കൂർ മതി എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. തിരിച്ച് ഞാൻ വന്നപ്പം 4 മണിക്കൂർ എൻ്റെ അടുത്ത് ടാമ്പയിൽ നിന്ന് ഒർലാൻഡോയിൽ വരാൻ. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഞാൻ 15 മിനിറ്റ് വിടുമ്പോൾ വൈഫിനെ വിളിച്ച്, ഞാൻ തന്നെ ടിക്കറ്റ് എടുത്തത്, ഒരു 15 മിനിറ്റ് വിടുമ്പോൾ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ ഓരോ ഡോസ് കൊടുക്കുമായിരുന്നു. ഞാൻ മേലാൽ ടാമ്പയ്ക്ക് ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു 3-4 വിളി വിളിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു, അപ്പം സാംഘോഷി അച്ഛനെ സമ്മതിക്കണമല്ലോ, സാം ലൂക്കോസ് അച്ഛനെ സമ്മതിക്കണമല്ലോ. അപ്പോൾ അതുപോലെ അച്ഛൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടാമ്പയിൽ ഒരു കസിൻ ഒർലാൻഡോ മർത്തോമ ചർച്ചിൻ്റെ ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായ അച്ഛനും കുടുംബത്തിൽ നിന്ന് സ്നേഹവും സഹകരണവും ഉണ്ടായി. 2020 വർഷം ഇൻ ഫാമിലി ഫെലോഷിപ്പിൻ്റെ ഉറപ്പായ സമയത്ത് നല്ലൊരു കുടുംബജീവിതം യാഥാർത്ഥ്യമാവുന്നതിനെ കുറിച്ച് അച്ഛനോട് ക്ലാസ്സൊക്കെ എടുക്കുകയും ഞങ്ങൾ അതിനെ തുടർന്ന് ഉള്ള വർഷങ്ങളിൽ ട്രസ്റ്റി അക്കൗണ്ട്സ് ആയ സമയത്ത് അച്ഛനും എല്ലാ പ്രകടനങ്ങളിലും നിസ്സാർത്ഥമായ സഹകരണം ഉണ്ടായി. അച്ഛനോട് കുടുംബമായി ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അച്ഛനോട് ആദ്യ സർവീസിൽ അച്ഛൻ്റെ മുഖം വായിക്കാൻ മിടുക്കനാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അത് പിന്നീട് പല അവസരങ്ങളിലും ഞാൻ മനസ്സിലാക്കി. എല്ലാം മനസ്സിൽ സ്വരമിക്കുന്നുണ്ടായി. ഈയിടെ അച്ഛനെ ചില ലേശം ഓർമ്മക്കുറവുണ്ടെന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും. എന്നാൽ തുടർന്നുള്ള അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കുടുംബമായി ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. എല്ലാ ചർച്ചിന് വേണ്ടി ഉപകാരം. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിലും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി. പ്രിയ വൈസ് പ്രസിഡന്റ്, കർത്താവിൽ പ്രിയരെ, നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകൾക്കും നന്ദി അറിയിക്കുന്നു. ഈ ഹോശാന ഞായറാഴ്ച കർത്താവ് കയറിപ്പോയ കഴുതയെ പോലെയാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ അച്ഛന്മാരും. വി ആർ പോസ്റ്റഡ് ടു ഗ്ലോറിഫൈ ഗോഡ്, ഗ്ലോറിഫൈ ദ നെയിം ഓഫ് ജീസസ്. ബട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ ഫെയർവെൽ നിങ്ങളിങ്ങനെ ഞങ്ങളെ പൊക്കി ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോവാണ്. നോ, വി ആർ ഹിയർ ടു ഗ്ലോറിഫൈ ജീസസ്. We are here because of the connection we all have with Jesus. കർത്താവുമായുള്ള ബന്ധമാണ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ 3 വർഷക്കാലം ഓഫീസ് ബെയറേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എല്ലാ സംഘടനകൾ, ഡിഫറെൻറ്റ് ഫാമിലീസ്, എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓർലാൻഡോ മാർത്തോമ പാരിഷ്, ഇറ്റ്സ് നോട്ട് എ സ്മാൾ പാരിഷ്. നമ്മളിങ്ങനെ കൊച്ചു പള്ളിയാണ്. ബട്ട് ദ ഹാർട്ട് ആൻഡ് മൈൻഡ്സ് ആർ വെരി വൈഡ്. വലിയ മനസ്സുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇറ്റ്സ് എ ബിഗ് പാരിഷ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ പാരിഷ്. The depth of love and the depth of support and caring each other, it's very, very notable. ജീവിതത്തിൻ്റെ ഇവിടെ നിങ്ങൾ പങ്കുവച്ച ഓരോ നിമിഷങ്ങളിലും
the crucial moments of the families of the church was together. ഒപ്പം ഉണ്ടായിരുന്നു. ചേർത്ത് പിടിക്കേണ്ടപ്പോഴൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും മറക്കാത്ത സന്ദർഭങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്പം നമ്മുടെ പാരിഷിലെ ഈവൻറ്റ്സ്, പ്രത്യേകിച്ച് കൊയർ റെപ്രസെൻറ്റേറ്റീവ്സും ലീഡേഴ്സും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കൊയർ ഫെസ്റ്റ്, അതിലെല്ലാവരും നമ്മുടെ ഇടവകയുടെ യൂണിറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇടയായി. സോ it's not a small parish, it's a big parish, and it's the beautiful parish because of the fellowship, because of the love, care and support. യാത്ര മംഗളങ്ങൾ പറഞ്ഞ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ്. തുടർന്ന് റെപ്രസെൻ്റ് ചെയ്ത് സംസാരിച്ച ഡോക്ടർ ചെറി, മിനു മാത്യു ഷാൻ, ഡോക്ടർ ജിബി, ഷെറിൽ, ലവ്ലി ആൻറ്റി, സ്റ്റെഫി, ബാബു ചായൻ, വിനീത, ഡോക്ടർ മാത്യു, സംസാരിച്ച എല്ലാവരോടും വീഡിയോയിലൂടെ നിങ്ങളുടെ പ്രസൻസ് ഓൾസോ 2 മണിയായി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ എത്രയധികം വളരെയധികം സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. 1-2 കൊച്ചു വാക്കുകൾ. ഒന്ന്, എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു അവർ യങ്സ്റ്റേഴ്സ്, അവർ നെക്സ്റ്റ് ജനറേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ വി നീഡ് ടു ടേക്ക് മോർ കെയർ. അതുകൊണ്ട് സീനിയേഴ്സിനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല. അവർ യങ് ജനറേഷൻ ഈസ് വെരി വി നീഡ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദം. അടുത്തൊരു ജനറേഷൻ നമ്മളിൽ നിന്ന് പോകുമ്പോൾ പിന്നീട് നമ്മുടെ ഭാവിയാണ് പോകുന്നത്. സോ അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു വർഷിപ്പ് കൂടെ ഉണ്ടായത്. വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ because of the administrative matters and all, but to pray to continue that again. പ്രാർത്ഥനയിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടരും എന്ന് പ്രതീക്ഷിക്കാം. സോ എൻ്റെ ഒരു കൺസേൺ അതാണ്, പാരിഷിൻ്റെയും കൺസേൺ അതായിരിക്കണം. അത് നമ്മുടെ ഭാവിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്നത് ആറാട്ടുപുഴയിലേക്കാണ്. ആറാട്ടുപുഴയുടെ ഒരു പ്രത്യേകത, ബാബുചാനൊക്കെ പറഞ്ഞതുപോലെ പുഴയുടെ തീരത്ത് ഇരുന്ന് സന്തോഷിക്കാനുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ചർച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ ആണ് US ഉള്ള ആളുകൾക്ക് ഷോർട്ട് ടൈം വന്ന് താമസിക്കാനുള്ളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ സഫയുടെ ഒരു കൺസേൺ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ അവധിക്ക് വരുമ്പോഴൊക്കെ വന്ന് താമസിക്കാൻ, പുഴയുടെ തീരത്ത് വന്ന് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ചർച്ച് അതിനെ കൂടുതൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വീട് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളെ അവിടേക്ക് വീട് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് 1 മാസമോ 6 മാസമോ ഒക്കെ അവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഒരുക്കുന്നു. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. അവധിക്ക് വരുമ്പോൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഫെസിലിറ്റി ഞങ്ങൾ പോകുന്നത് ചെങ്ങന്നൂർ ഡയസിസിൻ്റെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിലേക്കും ആറാട്ടുപുഴ മാർത്തോമ പള്ളിയിലേക്കുമാണ്. ഞങ്ങളുടെ പള്ളിയും പാസനേജിലായിരിക്കും താമസം. അതിൻ്റെ തൊട്ടടുത്താണ് തരംഗം മിഷൻ ആക്ഷൻ സെൻറ്റർ. തരംഗം മിഷൻ സെൻറ്ററും സന്ദർശിക്കാനായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ സാധാരണ പറയാറുണ്ട് ഓർക്കണേ, പ്രാർത്ഥനയിൽ ഓർക്കണേ എന്ന് പറയാറുണ്ട്. ഓർക്കുന്നത് എപ്പോഴാണ്? മറന്നെങ്കിലേ ഓർക്കാൻ പറ്റും, അല്ലേ? സോ അപ്പം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ മറക്കണേ എന്ന് പറയുന്നില്ല. ലെറ്റസ് പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം മറക്കാതെ ഇരിക്കാം. പ്രാർത്ഥനയിൽ ലെറ്റസ് നോട്ട് ഫോർഗോട്ട് ഇൻ പ്രേയേഴ്സ്. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം മറക്കാതെ ഇരിക്കാം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഉപഹാരങ്ങൾക്ക് നന്ദി. താങ്ക് യു ഓൺ ആൻഡ് ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരുമിച്ച് പാട്ടുപാടി മറുപടി പ്രസംഗം അവസാനിപ്പിക്കും. ഷിബയുടെയും അനുഗ്രഹയുടെയും ഞങ്ങളുടെ പേരൻസിൻ്റെയും ഇരുവരുടെയും പേരൻസിൻ്റെയും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഓടുവാനായി ദൂരങ്ങളില്ലേ
ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ, ഉടയവനതിനായി ബലം തരില്ലേ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ, ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ബന്ധങ്ങളിൽ ഒരു ഇടയാകുവാൻ, ആഴങ്ങൾ അറിയുന്ന അളവാകുവാൻ. അകതാരിലുയരേകും സ്വരമാകുവാൻ, സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. അകതാരിലുയരേകും സ്വരമാകുവാൻ, സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ, ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. കർമ്മങ്ങളിൽ ഒരു കരമാകുവാൻ, ജീവിതയാത്രയിൽ സഖിയാകുവാൻ. ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ, സ്വർഗം നനയുന്ന സ്നേഹമാകാൻ. ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ, സ്വർഗം നനയുന്ന സ്നേഹമാകാൻ. ഉന്നതരെന്നെ ഉരുവാക്കിയതല്ലേ, ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. അച്ഛൻ ഇവിടെ ആരംഭത്തിലും അവസാനത്തിൽ ഈ പാട്ട് പാടിയത് വളരെ സന്തോഷം. താങ്ക് യു അച്ഛൻ, കൊച്ചമ്മ ആൻഡ് മോൾ. ഇനിയും പെട്ടെന്ന് തീർക്കാൻ ലാസ്റ്റാണ്. ഞാൻ പറഞ്ഞു എല്ലാ പരിപാടികളും വളരെ അനുഗ്രഹമായി. ഈ പ്രോഗ്രാം എല്ലാം നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ചെറിയ പള്ളിയുടെ രീതിയിലല്ല, ഈ സംഘടനകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രോഗ്രാമിനൊക്കെ കൂടെ ഇരുന്നു, ആശംസകളൊക്കെ നേർന്നു. അതിനകത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇതുവരെ അച്ഛന്മാർക്ക് യാത്ര അയച്ചതിനേക്കാൾ ഉപരിയായ ഒരു യാത്രയയപ്പ് ബഹുമാനപ്പെട്ട അസാം ലൂക്കോസ് അച്ഛന് കൊടുക്കുവാനായിട്ട് ഇടയായി. അതേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വളരെ ഒരു വളർച്ചയെ കാണിക്കുന്നതാണ്. മുന്നോട്ടും ആ വളർച്ചയിലും ആ സഹകരണത്തിലും നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. അതുപോലെ അച്ഛനോടുള്ള പറയാനായിട്ട് എനിക്കുള്ളത്, യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാൽ മോശ പ്രാർത്ഥിച്ചത് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. അനുഗ്രഹത്തെക്കാളൊക്കെ ഉപരിയായി ദൈവ സാന്നിധ്യം പ്രിയ കുടുംബത്തോട്, അച്ഛനോടും കുടുംബത്തോടും ഉണ്ടായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും കടിച്ചു പിടിച്ച് വളരെ പ്രയാസത്തോടു കൂടി ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഫൈനൽ ക്ലോസിംഗ് പ്രെയറിനായിട്ട് പ്രിയ വിൽസൺ എബ്രഹാമിനെ വിളിക്കുന്നു. അതിനുശേഷം അച്ഛൻ ബെനഡിക്ഷൻ നടത്തും. അതിനുശേഷം നമുക്കെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം മുകളിൽ ഫെയർവെൽ കേക്ക് കട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പിരിയണം. പ്രിയ വിൽസൺ ഇപ്പോൾ പ്രാർത്ഥിക്കും. സകല നന്മകളുടെ ഉറവിടമാവുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വിശുദ്ധ ദിവസം കർത്താവെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവമേ, ഞങ്ങളുടെ കർത്താവെ സാമച്ചൻ കഴിഞ്ഞ 3 വർഷം ഞങ്ങളോടുകൂടെ കുടുംബമായിട്ടായിരുന്നു. ആ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ നിർവഹിക്കുവാൻ എൻ്റെ ദാസനെ നീ എടുത്ത് ഉപയോഗിച്ചല്ലോ കർത്താവെ. നീ ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ കർത്താവെ, നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടത്തെ വലിച്ചു കയറ്റുവാൻ സാധ്യമാകുകയുള്ളല്ലോ. ആ സാന്നിധ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നിന്റെ മകനെ നീ എടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് നീ കർത്താവെ അനുഗ്രഹിക്കണമേ. പോകുന്ന വഴി കർത്താവെ ഇനിയുള്ള സ്ഥലങ്ങളിലും കർത്താവെ നിനക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനമുള്ള മകനായിട്ട് നിൽപ്പാൻ ദൈവമേ ഇടയാക്കണമേ. കൂടുതൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ ദൈവമേ. എല്ലാവിധ കർത്താവെ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. കൊച്ചമ്മയും അനുഗ്രഹമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ നീ അനുഗ്രഹിക്കണേ. മോളുടെ ഭാവിയൊക്കെ ദൈവമേ നീ ശോഭനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. നീ കടന്നു വരുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകനോടും കൂടിയിരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മകനെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും നീ എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് പങ്കെടുത്ത എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം അനുഗ്രഹിക്കുകയും ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ
ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.